ഇപ്പോൾ കൈകൊണ്ട് ഇളക്കുകയാണ്. ഇളക്കി കഴിഞ്ഞാൽ മീൻ വെള്ളത്തിൽ പോയി പതുങ്ങിയിരിക്കും. ഹലോ ഗൈസ്, ഇത് മീനിനെ തപ്പി പിടിക്കുകയാണ്. വെള്ളത്തിലിങ്ങനെ ശക്തി കൊണ്ട് കൈകൊണ്ട് ഇളക്കും. കൈകൊണ്ട് ഇളക്കി കഴിഞ്ഞാൽ മീൻ നിലത്ത് പോയിട്ട് പതുങ്ങിയിരിക്കുമ്പോൾ തപ്പി പിടിക്കുന്ന പരിപാടിയാണത്. വാ, എന്താ പേര്? വിട്ടു. എവിടെ സ്ഥലം? ബീഹാർ. ഓക്കെ ഗൈസ്, ബീഹാറിലുള്ള നമ്മുടെ സുഹൃത്തുക്കളാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കൈകൊണ്ട് ഇളക്കുകയാണ്. ഇളക്കി കഴിഞ്ഞാൽ മീൻ വെള്ളത്തിൽ പോയി പതുങ്ങിയിരിക്കും. ആ വെള്ളത്തിന് ഡിസ്റ്റർബൻസ് കാരണം. അപ്പോൾ പോയി തപ്പി പിടിക്കാം. ബൈ, കിട്ടിയ മീൻ എന്തെങ്കിലും ഉണ്ടോ? ഒന്ന് കാണിക്കോ? ആ ഓക്കെ. ആ ചെറിയ മീനുണ്ട്. ആ ഇപ്പോൾ വന്നിട്ടുള്ളൂ. പരലാണ്, ചിക്ക, എന്താ അത്? പേരറിയില്ല അല്ലേ? ആ ഓക്കെ. ആ ചേട്ടൻ്റെ പേരെന്താ? പ്രകാശ് അല്ലേ? ഓക്കെ. പുള്ളി മിട്ടു, ഇദ്ദേഹം പ്രകാശ്. അപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇളക്കുമ്പോൾ മീനുകൾ ഡിസ്റ്റർബൻസിൽ വെള്ളത്തിൽ പോയി പതുങ്ങിയിരിക്കും. പതുങ്ങി നിന്നിട്ടാണ് അത് പിടിക്കുക. ഇപ്പോൾ മാറഞ്ചേരി കോൾപ്പാടാണ്. കോൾപ്പാടത്തിൽ വിശാലമായ നെൽവയലുകളാണ്. ഇവിടെ ഒരു ബണ്ട് ഇടയ്ക്ക് പൊട്ടിയിട്ട് പുതിയതായിട്ട് നിർമ്മിച്ചാണ്. അപ്പോൾ അടുത്ത അവിടെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ കണ്ട് ചെറിയൊരു കുപ്പിയിൽ കുറച്ച് മീനുകൾ കിട്ടിയിട്ട് അപ്പോൾ അങ്ങനെ വർക്ക് തുറന്നുകൊണ്ടേ ഇരിക്കണം. ഇപ്പോൾ നിറയെ പുൽച്ചെടിയൊക്കെ നിൽക്കുന്ന ഭാഗത്തേക്കാണ് പോകുന്നത്. അവിടെ നിറയെ മീനുണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ചിലപ്പോൾ വലിയ മീനൊക്കെ ഉണ്ടാവും, കണ്ണനോ അങ്ങനെ വലിയ മീനൊക്കെ ഉണ്ടാകാൻ വഴിയുണ്ട്. പുള്ളി ബീഹാർ ഭാഷയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഓ, ചെറിയൊരു മീനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കിട്ടിയാ? കടിച്ചാ? എന്താ കടിക്കുക, ഉള്ളുള്ള എന്താ ചെയ്ത കേട്ടോ. എന്താ പറ്റി? ക്യാ ഹുവാ? മച്ചിലി. ഓ, മച്ചിലി മാരാ. ഓ ഇന്ന് പണിയില്ലേ? ആ, ഞായറാഴ്ച കാരണം ലീവാണല്ലേ? ഓക്കെ. എന്തിൻ്റെ പണിയാണ്? കൽപ്പണിക്കാരാണ്. ഓക്കെ. ഭായ്, എത്ര കാലമായി ഇവിടെ വന്നിട്ട്? കേരളത്തിൽ വന്നിട്ട് എത്ര കാലമായി? 14 വർഷം. ഓ ശരി. അപ്പോൾ ബായ് കയറി വരുന്നുണ്ട്. നമുക്ക് മീൻ എന്താണെന്ന് നോക്കാം. കിട്ടിയ മീനൊക്കെ. ഇന്ന് ഞായറാഴ്ച കൊണ്ട് ലീവാണ്, പണിക്ക് പോയിട്ടില്ല. കൽപ്പണിക്കാരാണ്. കുറച്ച് റിസ്ക്കാണ് അവിടുന്ന് കയറി വരുന്നത്. നല്ല റിസ്ക്കാല്ലേ? ഓക്കെ. ആ കുപ്പിന്ന് എടുത്തേ നോട്ടെ മീൻ. ആ ഓക്കെ. ഇതുണ്ട് പള്ളത്തി എന്ന് പറയും. പിന്നെ ഇതാ പരലുണ്ട്. ആ, പള്ളത്തി. ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്നൊരു മീനാണ് പള്ളത്തി. ചില സ്ഥലത്ത് തന്നെ പൂട്ടാന്നും പറയും. വേറെ ആൾക്കാർ മീൻ പിടിക്കാനൊക്കെ വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഗൈസ്, ഇപ്പം മീൻ പിടിക്കാൻ വേണ്ടി വേറെ ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്, കുറേ സുഹൃത്തുക്കൾ. എന്താ പേര്? ജയൻ. ഏട്ടൻ്റെ പേരെന്താ? അഖിലേഷ്. എന്താ പേര്? മണി.
ഓക്കെ. എന്താ വല ഉണ്ടല്ലേ? വല ഉണ്ട്. ഓക്കെ. എവിടെ സ്ഥലം? വളാഞ്ചേരി. ഓ, അവിടെ നിന്ന് ഇവിടെ വരെ എത്തിയല്ലേ? ഓക്കെ. അപ്പോൾ നമ്മുടെ ഹിന്ദിക്കാർ സുഹൃത്തുക്കളെ അവിടെ തപ്പി പിടിക്കണം. അപ്പോൾ തപ്പി പിടിക്കാൻ കണ്ടപ്പോൾ ഒന്ന് കുറച്ച് നിന്ന് നോക്കിയതാണ്. നിങ്ങളുടെ വല എങ്ങനെ കൂട്ടി പിടിക്കുക? അത് വീശുക? എന്ത് വീശുമല്ലോ? എന്താ? ഇട്ടിട്ട് ഓക്കെ. ചണ്ടിക്ക് ചാര പറഞ്ഞാൽ അത് അങ്ങനെ പരിപാടി? തപ്പി പിടിക്കാം. ഓക്കെ ഓക്കെ. അതിന് ബ്ലോക്ക് ചെയ്യാം മൊത്തത്തിൽ. ഓക്കെ. ഇത് വള്ളം കയറിട്ട് ഈ ബണ്ട് നിങ്ങൾ നിൽക്കുന്ന സ്ഥലം പൊട്ടിപ്പോയതല്ലേ? കഴിഞ്ഞ മാസം വന്നപ്പോൾ പോലും അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച വന്നിരുന്നല്ലേ? ഓക്കെ. ഓക്കെ, എന്നാൽ ശരി. അപ്പോൾ നാട്ടിലേ മീൻ പിടിക്കാനൊക്കെ പോക്കണ്ട? അങ്ങനെ നാട്ടിലെങ്ങനെ മീൻ പിടിക്കും? നാട്ടിൽ നമ്മൾ ഇതിനെ ചൂണ്ടലിനിട്ട് പിടിക്കുക, അല്ലെങ്കിൽ വല കൊണ്ടുപോകണോ പിടിക്കല്ലേ? അത് ശരി. അപ്പോൾ ബായി പറഞ്ഞത് നാട്ടിൽ ചൂണ്ടിട്ടിട്ടും വലയിട്ടൊക്കെ മീൻ പിടിക്കുന്നതാണ്. പിന്നെ ഇവിടെ ആരൊക്കെ ഉണ്ട്? ഫാമിലി ഉണ്ടോ? ഇല്ല, ഫാമിലി ഇല്ല. ഫാമിലി ഇല്ല. ഓക്കെ. ഇവിടെ എപ്പോഴും വരാറുണ്ടോ ഇവിടെ മീൻ പിടിക്കാൻ? ഇല്ല, എപ്പോഴും ഇല്ല. മീൻ പിടിച്ച ചേട്ടനാണ്. അല്ല, കൈസേ ബായ്? ടീക്കേ. ഓ, മീൻ കിട്ടിയാ? മീൻ കിട്ടി. ഓക്കെ. വേറെന്താ പറഞ്ഞേ? വിട്ടു. ഇപ്പോൾ വളാഞ്ചേരിക്കാർ സുഹൃത്തുക്കൾ വലയിട്ടുകൊണ്ടിരിക്കുകയാണ്. വലയിട്ട് മീൻ പിടിക്കണ പരിപാടിയാണ് അവരെ.